പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന കേസും അതുപോലെ പോലീസുകാരെ കയ്യേറ്റം നടത്തി എന്നുള്ള കേസടക്കമുള്ള കേസുകൾ ചേർത്താണ് നൽകിയത്. കോടതി അതിൻ്റെ പ്രാഥമികമായ വശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ പോലീസ് ഫയൽ ചെയ്തതിലുള്ള കോടതിയുടെ വിലയിരുത്തലിലൂടെ പശ്ചാത്തലത്തിലാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ കോതമംഗലത്ത് നടന്ന സംഭവങ്ങൾ ഇത് ഇവിടെ 3 തവണ പോലീസ് അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഈ വശം ഞങ്ങൾക്ക് സബ്മിഷൻ ഇന്നലെ ഞങ്ങളുടെ ലോയർ നടത്തി. ഇന്നലെ പ്രോസിക്യൂഷൻ രാത്രി പുലർച്ചെ 3 മണിക്ക് പ്രോസിക്യൂഷനും എതിർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് കോടതി ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് ചെയ്ത കാര്യങ്ങളും പോലീസിൻ്റെ രീതിയുമൊക്കെ അല്ലെങ്കിൽ പോലീസ് അവലംബിച്ച ശൈലിയുമൊക്കെ ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അല്ല, ഇന്നിപ്പോൾ ഞങ്ങൾ ഉപവാസം കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ ഉന്നയിച്ച 4 കാര്യങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ വനമന്ത്രിയോട് ആരാഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇന്നലത്തെ പോലീസിൻ്റെ അക്രമം ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാർ ഇന്നലെ ഇവിടെ നിന്ന് വളരെ വൈകിയാണ് പിരിഞ്ഞത്. ഇന്നത്തേക്ക് കൂടുതൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. അല്ല, അത് സ്വാഭാവികമായിട്ടും കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സർക്കാരിൻ്റെ എല്ലാ സാധ്യതകളും അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പകരം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ദിവസമെങ്കിലും അകത്തിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ പോലീസ് എല്ലാ നിലയിലും പ്രവർത്തിച്ചത്. എന്നാൽ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. ഞാനൊക്കെ നിയമത്തിലും സത്യത്തിലും വിശ്വസിക്കുന്നതാണ്. ഞങ്ങളൊക്കെ ദൈവവിശ്വാസികൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തമ്പുരാൻ്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും സർക്കാരിൻ്റെ ഇതുപോലുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള കളികൾ വിജയിച്ചോളുന്നില്ല. ഞങ്ങളത് ബലമായി സംശയിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ എത്രമേൽ ആലോചിച്ചിട്ടും എന്തിനാണ് പോലീസ് ഇങ്ങനെ 3 വട്ടം അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇന്നലെ ആ കളക്ടറും DFOയും ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. ഒന്നുകിൽ അവർ ഇത്രയും ഉന്നതമായ ഉദ്യോഗസ്ഥർ അവർ എറണാകുളത്തു നിന്നും ദൂരപ്രദേശത്തു നിന്നും ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായി ഇവിടെ വരെ വന്നിട്ട് ആ ചർച്ച നടക്കരുത് എന്നാഗ്രഹിച്ച് ആ ചർച്ച നടത്താതിരുന്നത് അല്ലെങ്കിൽ അത് സമ്മതിക്കാതിരുന്നത് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ്. ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി അടക്കം അതിലിടപെട്ടാണ് ആ ചർച്ച നടത്താതെ പോലീസിനെ കൊണ്ട് ബലമായി ആ ഡെഡ് ബോഡി ഇടിപ്പിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം വൈകിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ വ്യാപകമായി ഒരു അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുകയും ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ASP അടക്കമുള്ളവരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും DCC പ്രസിഡന്റും തീർച്ചയായിട്ടും നിയമ നടപടികളോട് സഹകരിക്കുമായിരുന്നു. പക്ഷെ അത് പറയാതെ വൈകുന്ന രാത്രി ഇരുട്ടിൻ്റെ മറവിൽ DCC പ്രസിഡന്റ് ഈ സമരപ്പന്തൽ വിട്ടങ്ങ് ഇറങ്ങിയ സമയത്ത് പോലീസ് സാധാരണ ഈ കുട്ടികളെയൊക്കെ തട്ടിപ്പോകും പോലെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ ബലമായി പിടിച്ചുകൊണ്ട് പോയത് പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവിടെ അക്രമം ഉണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് പോലീസ് പ്രകോപനം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ആയി ചെയ്തു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സർക്കാർ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത വലിയ സാമ്പത്തികമായിട്ടുള്ള പരാജയം, സാമ്പത്തിക പ്രതിസന്ധിയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ഒക്കെ ജനം വലുതായി ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് ഉടലെടുത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ നിലയിൽ പ്രവർത്തിച്ചതെന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്.